ഹായ് മൈ ഫ്രണ്ട്സ്, ഞാനിന്ന് ഈ വീഡിയോയിൽ വന്നത് എല്ലാ എൻ്റെ അനിയത്തിമാരാണേലും ചേച്ചിമാരാണേലും എല്ലാവർക്കും ഒരു അഡ്വൈസും കൊണ്ടാണ് വന്നത്. ഈ വീഡിയോ ആരും കേൾക്കാതെ പോകരുത്, എല്ലാവർക്കും ഒരു പ്രയോജനമാകണം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വാർത്ത കണ്ടു, ഒരു കുഞ്ഞിനെ കൊന്ന് ആത്മഹത്യ ചെയ്ത അത് എത്രത്തോളം വേദനാജനകമായ ഒരു കാഴ്ചയായിരുന്നു ആ കണ്ടത്. ആ അമ്മ പൊട്ടി 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 കരയുന്ന ആ ഒരു രംഗം കാണുമ്പോൾ നമുക്കും ഉണ്ടാവും അമ്മയും എല്ലാവരും അല്ലേ. പക്ഷെ ഒരിക്കലും ആ അമ്മയ്ക്കൊന്നും താങ്ങാൻ പറ്റാത്തതായിരുന്നില്ല. എന്തുകൊണ്ട് ആ കുട്ടി അത് ചെയ്തു? ആ കുട്ടിക്കൊരു ജോബ് ഉണ്ടായിരുന്നു ഇല്ലേ, ഒരു HR മാനേജറായിരുന്നു. എന്തുകൊണ്ട് ആ കുട്ടിയെയും കൊണ്ട് ഒന്നില്ലെങ്കിൽ തിരിച്ച് അവരുടെ വീട്ടിൽ വരിക, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ പോകാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വേറെ എവിടെയോ പോയി ജീവിക്കാം. എത്രയോ മാർഗങ്ങളുണ്ട്. ഒരു ജോലിയുള്ളവർക്ക് എന്തിനാണ് നമ്മൾ ഒരു ഹസ്ബൻഡിൻ്റെ അണ്ടറിൽ കിടക്കേണ്ട കാര്യം? അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവരെ ഫ്രീ ആയിട്ട് വിടൂ, അവർ പോട്ടെ, അവർ ജീവിക്കട്ടെ. നമ്മളെ അവർക്ക് വേണ്ട, നമ്മളെ അവർക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അവരെ ബ്രേക്ക് ചെയ്യുക. ഒരിക്കലും പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് ചിന്തിക്കരുത്. ഫ്രീ ആയിട്ട് വിടൂ, ഫ്രീ മൈൻഡ്. പെട്ടെന്ന് പോയിട്ട്, പക്ഷെ ആർക്കായാലും പറ്റും. കാരണം ആ കുട്ടി അത്രയും ഇഷ്ടത്തോടെ ആയിരിക്കും ആ ഹസ്ബൻഡുമായിട്ടുള്ള ജീവിതം ജീവിച്ചത് ചിലപ്പോൾ. അപ്പോൾ അത് പെട്ടെന്നുള്ളൊരു ഇതാകുമ്പോൾ ആ കുട്ടിക്കത് സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നതാണ് നമ്മൾ ഓരോ വഴിയിലോട്ടും തെറ്റുകളിലൂടെയൊക്കെ ചെന്ന് ചാടുന്നത്. പക്ഷെ ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ ഒരുപാട് 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 ആളുകളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ആരും ആത്മഹത്യ ചെയ്യരുത്. ഇനി ജോബ് ഒന്നുമില്ല, അറിയില്ല എങ്കിലും ആത്മഹത്യയിലേക്ക് പോവരുത്. പോകുന്നതിന് ഒരു നിമിഷം മുന്നേ, അല്ലെങ്കിൽ അതിന് മുന്നേ എൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ, ഞാൻ നോക്കിക്കോളാം. ആരും മരിക്കരുത്. നമുക്കൊരു സമൂഹം കെട്ടിപ്പടുക്കാം. ഞാനും നിങ്ങളെപ്പോലെ എൻ്റെ കൊച്ചിനെ ഞാൻ ഒരുപാട് ചെറുപ്പത്തിൽ ഇവിടെ ഈ നാട്ടിൽ ഞാൻ സൗദി അറേബ്യയിൽ വന്നതാണ്. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ കല്യാണം കഴിയുന്നതും. എൻ്റെ കല്യാണം കഴിഞ്ഞ് എൻ്റെ കുഞ്ഞുണ്ടായി. എൻ്റെ കൊച്ചിനൊരു 4 വയസ്സായപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇട്ടു പോയതാണ്. ഞാൻ മരിച്ചിട്ടില്ല. അന്ന് എനിക്ക് ഈ തിരിച്ചറിവോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഞാൻ മരിച്ചിട്ടില്ല. ഞാൻ എൻ്റെ എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി എനിക്ക് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ജീവിക്കണം. ഞാൻ അതായിരുന്നു വിചാരിച്ചത്. എൻ്റെ കുഞ്ഞിനെ വളർത്തണം. ഇപ്പം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും നിർബന്ധിക്കുന്നു, നല്ല നല്ല കല്യാണങ്ങൾ വന്നു. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. എന്തുകൊണ്ട്? എൻ്റെ കുഞ്ഞിനൊരു ജീവിതം കൊടുക്കണം. അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിനുള്ളിലുള്ളത്. ഞാൻ കല്യാണം കഴിച്ച് ഞാനങ്ങ് പോയി കഴിഞ്ഞാൽ എന്നെ അവർ നോക്കും. പക്ഷെ എൻ്റെ കുഞ്ഞിനെ ആര് നോക്കും? ആരും നോക്കാനുണ്ടാവില്ല. എല്ലാ ആളുകളും ഒരുപോലെ നോക്കണം എന്നില്ല. ഇന്നത്തെ സമൂഹം അങ്ങനെയാണ്. സ്വന്തം മകളെ പോലും അപ്പൻ വെറുതെ വിടുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല ഇനി രണ്ടാമതൊരു വിവാഹം കഴിച്ചിട്ട് ജീവിക്കുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞൊരു പ്രാപ്തിയാകണം. എന്നാൽ മാത്രമേ ഞാനത് ചിന്തിക്കുകയുള്ളൂ. പക്ഷേ എനിക്കൊരു വിവാഹം കഴിച്ച് ജീവിക്കണമെന്ന് ഒരിക്കലും ഒരു ആഗ്രഹവും ഇല്ല. കാരണം ഞാൻ എൻ്റെ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇന്ന് എനിക്കൊരു ജോബുണ്ട്, ഞാൻ ആ ജോബിൽ സന്തോഷവതിയാണ്. ഞാൻ എൻ്റെ അമ്മ, അച്ഛൻ, പിന്നെ അതുപോലെ സഹോദരങ്ങൾ, സഹോദരി, അവരെല്ലാവരും വേറെ വേറെ പോയ ആൾക്കാരാണ്. അവരുടേതായ കാര്യങ്ങളിലൂടെ പോയ ആൾക്കാർ. ഇന്നിട്ടും എൻ്റെ ഫാദർ ക്യാൻസർ രോഗിയായിരുന്നു. ഇന്നിപ്പം 8-9 വർഷമായി എൻ്റെ അച്ഛൻ മരിച്ചിട്ട്. എൻ്റെ അച്ഛനെ ഞാൻ നോക്കി. എൻ്റെ അമ്മ അതേപോലെ ഇപ്പം 2010 മുതൽ ഇന്ന് 2025 ഇത്രയും കാലം ഒരു ക്യാൻസർ രോഗിയാണ് എൻ്റെ അമ്മ. ആ അമ്മേനെ ഞാൻ കൊണ്ടുനടന്ന് ഞാൻ നോക്കുന്നുണ്ട്.
പക്ഷെ ഞാനൊരു വിവാഹത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കത് നോക്കാൻ കഴിയില്ല. ഞാൻ അത്രേ ചിന്തിച്ചുള്ളൂ. എൻ്റെ അമ്മ, എൻ്റെ കുടുംബം, ഇതാണ് ഞാൻ ചിന്തിച്ചത്. അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ കഥ പറയാനല്ല ഞാൻ വീഡിയോയിൽ വന്നത്. പക്ഷെ ഞാൻ ഓരോരുത്തരോടും ഞാൻ പറയാണ്, ഈ മരിക്കാം എന്ന് തോന്നുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക. അതൊരു പരിഹാരമല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു പരിഹാരമല്ല. അത് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. ജീവിക്കണം. സമൂഹത്തിൽ നമുക്കൊരു നിലയും വിലയുമായിട്ട് ജീവിക്കണം. അതേ ഞാൻ പറയുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം വേറൊരു വാർത്ത കാണാനിട വന്നു. ഷൈനി എന്ന് പറഞ്ഞ BSc നേഴ്സ്. അവർക്ക് എവിടെ പോയാലും ജോലി കിട്ടും, എവിടെ പോയാലും. എന്നിട്ട് അവർ ആ കുഞ്ഞിനെയും കൊണ്ടുപോയിട്ട് മരിച്ചു. ട്രെയിനിൻ്റെ മുന്നേ ചാടി മരിച്ചില്ലേ? അതെനിക്ക് എത്ര ഷോക്കായൊരു മെസ്സേജായിരുന്നു. കാരണം ആ കുഞ്ഞുങ്ങൾ തിരിച്ചറിവായ കുട്ടികൾ, 2 പെൺകുഞ്ഞുങ്ങൾ, അവരത് ചെയ്തു. എന്തിനത് ചെയ്തു? കുടുംബത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും ഒരു പക്ഷെ അവർക്ക്. പക്ഷെ ആ കുടുംബത്തിൽ നിൽക്കാൻ പറ്റിയില്ലെങ്കിലും ആരോടെങ്കിലും ഒന്ന് ചോദിച്ച് ആരെങ്കിലും സഹായിക്കാതെ ഇരിക്കൂ? എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും സഹായിക്കും. നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, ഒരുപാട് ആളുകളെ സഹായിക്കുന്നുണ്ട്. ഞാൻ പല വീഡിയോസും കാണാറുണ്ട്. എന്നിട്ട് അവരത് ചെയ്തു. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. എത്ര വിഷമകരമായ വീഡിയോസാണ് അതൊക്കെ. എന്തായാലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ആരും ഇങ്ങനെയുള്ളൊരു തീരുമാനത്തിലോട്ട് പോകരുത്. നമ്മൾ ഒന്നുകൂടി ചിന്തിക്കുക. നമുക്കൊരു ജീവിതമുണ്ട്, നമുക്ക് ജീവിക്കണം, മുമ്പോട്ട് പോകണം എന്ന് മാത്രം ചിന്തിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത് അപ്പനും അമ്മയോടുമാണ്. അപ്പനും അമ്മയും പെൺപിള്ളേരെ കെട്ടിച്ച് കല്യാണം കഴിച്ചു വിട്ടാൽ എല്ലാ ഇതും കഴിഞ്ഞു എന്ന് ഒരിക്കലും ആരും ചിന്തിക്കരുത്. അവരെങ്ങനെയുണ്ട്, അവർക്ക് അവരുടെ കുടുംബത്തിൽ എങ്ങനെയുണ്ട് എന്ന് എല്ലാവരും ഒന്ന് അന്വേഷിക്കണം. അവർ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്? അവർക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? എൻ്റെ മകൾ സുഖമായിട്ടാണ് ജീവിക്കുന്നത് എന്നൊന്ന് എല്ലാ അപ്പനും അമ്മയും ചോദിക്കണം. പലർക്കും പറയാനൊരു ബുദ്ധിമുട്ടുകളാണ്. കാരണം ഒരുപാട് കാശും ബുദ്ധിമുട്ടിയും ആ കുടുംബത്തിൽ നിന്നുള്ള ഒരു ബുദ്ധിമുട്ടുകൾ പലർക്കും അറിയാം. അപ്പം തിരിച്ച് ഇനിയും ആ വീട്ടുകാരെ, അപ്പനും അമ്മേനെയൊക്കെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ച് പല പെൺപിള്ളേരും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇതൊന്നും പറയണ്ടെന്ന്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ സംസാരിക്കണം. നമ്മുടെ കുടുംബത്തിൽ നമ്മളത് പറയണം. എങ്കിൽ മാത്രമേ അവർക്കും അറിയാൻ പറ്റുള്ളൂ എൻ്റെ മോള് സുരക്ഷിതമല്ല എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ അവരെ തിരിച്ചു വിളിക്കുക. ഇഷ്ടമില്ലാത്ത ഒരു ജീവിതത്തിലോട്ടും തള്ളിവിടരുത്. നല്ലതായി വരും, ഇനിയും അത് നല്ലതാവും, കുഴപ്പമില്ല, കുറച്ച് ആൾക്കാരെ വിളിച്ച് കുറച്ച് പേരെ സംസാരിപ്പിച്ചു, അതുകൊണ്ടൊന്നും ഒരു ജീവിതം ആവത്തില്ല. ഇഷ്ടമില്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ പിന്മാറുക. ഒരിക്കലും പിന്നെ മുമ്പോട്ട് ജീവിക്കരുത് അവരുടെ കൂടെ. പിന്നെ പല സാഹചര്യങ്ങളും വരും. സ്വന്തമായിട്ട് മരിക്കാം, അവർ കൊല്ലാം, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യരുത്. വീട്ടിലോട്ട് നമ്മൾ ഇറങ്ങിപ്പോരുക, നമ്മുടെ കുടുംബത്ത് വരിക. നമ്മുടെ കുടുംബത്തിൽ നിൽക്കാൻ പറ്റത്തില്ലെങ്കിൽ സമൂഹത്തിലോട്ട് വരിക. സമൂഹം നോക്കും. ഇനി ആരെങ്കിലും ഇങ്ങനെ ഇതേപോലെ ആത്മഹത്യ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടെങ്കിൽ എല്ലാവരോടും ഞാൻ പറയണം, അറ്റ്ലീസ്റ്റ് എൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയണം, എന്നെ വിളിച്ചോളൂ, എൻ്റെ കൂടെ വരൂ. ഞാനൊരു മാതൃകയാണ് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട്. എനിക്കൊരു കുഞ്ഞു വീഡിയോ ഉള്ളെങ്കിലും അതിൽ ഞാൻ എല്ലാവരെയും ഞാൻ എന്നെ കഴിയുന്ന ഞാൻ സുരക്ഷിതമാക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ ഈ സമൂഹത്തോട്. എല്ലാവരും ഈ വീഡിയോ കേൾക്കണം, തട്ടിമാറ്റി പോകരുത്. ഞാനിത് വീഡിയോയ്ക്ക് റീച്ച് കൂട്ടാനൊന്നുമല്ല, പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ഒരു വിഷമം എല്ലാവരോടും പറയണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കേട്ടിട്ട് പോകണം. ഞാനും അതുപോലെ ജീവിച്ചു വന്നൊരു പെൺകുട്ടിയാണ്. എൻ്റെ മോൾ ഇന്ന് ജർമ്മനിയിലെത്തി, അവൾ പഠിക്കുന്നു. അതൊക്കെ ഒരു സന്തോഷ വാർത്തയാണ്. എല്ലാവർക്കും അതുപോലെ നടക്കും എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും
ഇനി ഒരിക്കലും ആരും അങ്ങനെയുള്ള ചിന്തകളിലേക്ക്